ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. 16 നവവൈദികർക്ക് നോട്ടീസുകൾ അയക്കുന്നു. പട്ടം കിട്ടിയിട്ടും ഡീക്കൻ സർവീസ് ചെയ്യാനായി പള്ളികളിൽ സ്വയം നിയമിച്ച നവവൈദികർ, പുതുതായി തിരുപ്പട്ടം കിട്ടിയ 16 പേര്, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാൻ പാമ്പ്ലാനി പിതാവ് അവർ വിളിച്ചിട്ട് അവർ വന്നില്ല. ഞങ്ങൾക്ക് വിമത വൈദികരുടെ കൂട്ടായ്മയിൽ ആയിരിക്കണമെന്നാണ് അവർ അതിന് ന്യായമായി പറഞ്ഞത്. കൊച്ചച്ചന്മാർ, നവവൈദികർ, ഞങ്ങൾക്ക് വിമത വൈദികരുടെ കൂട്ടായ്മയിലായിരിക്കണം. ഞാൻ വിമത വൈദികർ എന്ന് പറയുന്നത് മാർപ്പാപ്പയെ അനുസരിക്കാത്തത് കൊണ്ടാണ്. മാർപ്പാപ്പയെ അനുസരിക്കാത്തവർ വിമതരാണ്, അനുസരിക്കുന്നവരാണ് സഭയുടെ കൂടെയുള്ളവർ. അപ്പോൾ മാർപ്പാപ്പയെ അനുസരിക്കാത്ത വിമത വൈദികരുടെ കൂട്ടായ്മയിൽ ഞങ്ങൾക്കായിരിക്കണം. ഇതാണ് നവവൈദികരുടെ ന്യായം. എന്നിട്ട് മെത്രാൻ്റെ നിയമനമോ അറിവോ ഇല്ലാതെ കാനോൻ നിയമം ലംഘിച്ച് സ്വയം നിയമിച്ച് ഓരോ പള്ളികളിൽ ഡീക്കൻ മിനിസ്റ്റർ ചെയ്യാണ് അവർ. ഏകീകൃത കുർബാനയെ ചൊല്ലൂ എന്ന് സഭാധികാരികൾ മുമ്പിൽ എഴുതി കൊടുത്തിട്ടുള്ളതിനാൽ അത് ലംഘിച്ച് ഇല്ലിസിറ്റ് കുർബാന ചൊല്ലാൻ അവർക്ക് ധൈര്യമില്ല. അങ്ങനെ ചെയ്താൽ പിന്നെ പുറത്തേക്കാണ് വഴി എന്നവർക്കറിയാം. അതിനാൽ കുർബാന ചൊല്ലുന്നേയില്ല. പട്ടം കിട്ടിയിട്ടും ഇത്ര നാളായിട്ടും കുർബാന ചൊല്ലുന്നേയില്ല. ചൊല്ലുന്നെങ്കിൽ ഇല്ലിസിറ്റ് കുർബാന ചൊല്ലുന്നാണോ വിചാരിക്കണേ. പക്ഷേ എഴുതി കൊടുത്തിരിക്കുന്നത് സഭയുടെ കുർബാന, ഏകീകൃത കുർബാന ചൊല്ലുമെന്നാണ്. പിന്നെ എന്തിനാണ് ഈ തിരുപ്പട്ടമേറ്റത്? ഡീക്കൻ മിനിസ്റ്റർ ചെയ്യാനായിട്ട് എന്തിനാണ് ഇവർ തിരുപ്പട്ടമേറ്റത്? അതിനാണോ 14 വർഷം പഠിച്ചത്? ഏതായാലും അവർക്കെതിരെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഭാ നേതൃത്വവും കൂരിയായും. അതനുസരിച്ച് അവർക്ക് കാനോനിക നോട്ടീസുകൾ ഇന്നോ ഈ ദിവസങ്ങളിലോ കൊടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ അവർക്ക് പുറത്തേക്കുള്ള വഴി തെളിയും. അനുസരിക്കാത്തവർക്കെതിരെ ശക്തമായ നടപടികളെടുത്ത് മുന്നോട്ട് പോകുന്നെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കുന്നെങ്കിൽ പാമ്പ്ലാനി പിതാവിനോടൊപ്പം ഞങ്ങളെല്ലാവരും ഉറച്ചു നിൽക്കും. ഞാൻ ആവർത്തിക്കുകയാണ്, സഭയെ അനുസരിക്കാത്തവർക്കെതിരെ, മാർപ്പാപ്പയെ അനുസരിക്കാത്തവർക്കെതിരെ ശക്തമായ നടപടികൾ എടുത്ത് മുന്നോട്ട് പോകുന്നെങ്കിൽ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കുന്നെങ്കിൽ പാമ്പ്ലാനി പിതാവിനോടൊപ്പം ഞങ്ങൾ ഉറച്ചു നിൽക്കും. മറിച്ചാണെങ്കിൽ അത് മാർപ്പാപ്പയ്ക്ക് എതിരെ ആയതുകൊണ്ടും സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് എതിരായതുകൊണ്ടും ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും. നവവൈദികരെ, തിരുപ്പട്ടം കിട്ടിയതിൻ്റെ ചൂടാറും മുമ്പേ കർത്താവിനും അവൻ്റെ മാർപ്പാപ്പയ്ക്കും സുറിയാനി കത്തോലിക്ക സഭയ്ക്കും എതിരെ നിൽക്കേണ്ടതുണ്ടോ? അനുസരണത്തിൻ്റെ പാതയിലേക്ക് വന്ന് ശിക്ഷാ നടപടികൾ ഒഴിവാക്കുക. കർത്താവ് എന്ന ഏക പുരോഹിതനിൽ നിന്നുകൊണ്ട് അവൻ്റെ നാമത്തിൽ അവന് വേണ്ടി, അവൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. മാർപ്പാപ്പയെ ധിക്കരിച്ച് ശീഷ്മയിലേക്ക് പോകാതിരിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.